ഹേയ് ഹലോ, ഐ എം മൗനിക. ഞാൻ ബോട്ടോസ് ട്രീറ്റ്മെൻറ്റിനെ പറ്റി സെക്കൻഡ് പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ നമ്മുടെ ബോട്ടോസ് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ആഫ്റ്റർ കെയർ നമുക്ക് എങ്ങനെ അത് കെയർ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഞാൻ ടെമ്പററി ആയിട്ടാണ് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ഇപ്പോൾ ഒരു 2 മാസത്തിന് മേലെ ആയിട്ടുണ്ട്. 8 വാഷിൽ ടെമ്പററി ആയിട്ട് ചെയ്ത ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റ് പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്കിപ്പം 2 മാസത്തിന് മേലെ ആയിട്ടും എൻ്റെ ഒരു ഹെയറിൽ ആ ഒരു എഫക്റ്റ് മുഴുവനായിട്ട് അങ്ങനെ പോയിട്ടില്ല. എൻ്റെ ഹെയർ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഭയങ്കര കോയിലായിട്ടാണ് ഇരുന്നത്. ഇപ്പം പഴയ സ്റ്റേജിലേക്ക് വരികയാണ്. ആ ഒരു സ്റ്റേജാണിത്. ഓക്കെ, ഞാൻ എങ്ങനെ ഇത് കെയർ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓയിൽ യൂസ് ചെയ്യാനേ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഓയിൽ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു തവണ ഞാൻ എൻ്റെ ഹെയറിൽ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പം ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അവർ പറഞ്ഞതുപോലെ ഓയിൽ യൂസ് ചെയ്യാണ്ടിരുന്ന ഈ ഒരു വേവി ടെക്സ്ചർ പോലും ആവത്തില്ല. നമ്മൾ ചെയ്ത് കഴിഞ്ഞ് എങ്ങനെ ഇരുന്നോ ആ ഒരു ലുക്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു 3 ഡേയ്സ് കഴിയുമ്പോൾ ഷാമ്പൂ വിത്ത് കണ്ടീഷണർ ഇട്ട് യൂസ് ചെയ്ത് മുടി നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക, സെറം അപ്ലൈ ചെയ്യുക. പിന്നെ രാവിലെ എണീക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മുടി ഇതിലെ ജടയൊക്കെ ഒന്ന് കളഞ്ഞ് ചീകി വൃത്തിയാക്കി ഒന്ന് വെക്കുക. പിന്നെ മുടി ഇങ്ങനെ മെടഞ്ഞിടാണ്ടിരിക്കുക. ഇങ്ങനെ പിന്നത്തില്ലേ, നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ ഇങ്ങനെ പിന്നുന്ന പോലെ അങ്ങനെ പിന്നിടാണ്ടിരിക്കുക. അങ്ങനെ പിന്നിട്ട് കഴിഞ്ഞാൽ മുടിയിൽ ഒടിവ് വരും. അപ്പം അത് ഭയങ്കരമായിട്ട് ചുരുളാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം മുടി എപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ എനിക്കത് പറ്റാറില്ല. എന്നിട്ട് പോലും എൻ്റെ മുടി നന്നായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അങ്ങനെ ഇങ്ങനെ ഇട്ട് ഒലച്ചങ്ങ് കഴുകാണ്ട് ഷാമ്പു നന്നായിട്ടൊന്ന് യൂസ് ചെയ്ത് കഴുകി കളഞ്ഞിട്ട് കണ്ടീഷണർ തേച്ചിട്ടൊരു 3 മിനിറ്റ്, ഒരു 2.5-3 മിനിറ്റ് കണ്ടീഷണർ മുടിയിൽ മാത്രം അപ്ലൈ ചെയ്ത് വെച്ചിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, കണ്ടീഷണർ കഴുകി കളയാവൂ. പിന്നെ തീരെ ഡ്രൈ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് സെറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ആയിട്ട് കിടക്കും. കുറച്ചും കൂടി നല്ല മെനക്കി കിടക്കാനായിട്ട് സഹായിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇത്രയൊക്കെയുള്ളൂ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത്. പിന്നെ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ ഷാമ്പു കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സൾഫേറ്റ് ഫ്രീ, പാരഫിൻ ഫ്രീ ആയിട്ടുള്ള ഷാമ്പു കണ്ടീഷണർ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ മുടി നന്നായിട്ട് കുറച്ചും കൂടി നന്നായിട്ട് കിടക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ 3 ദിവസം മാത്രം തല വാഷ് ചെയ്യുക. ഒന്നരാടം ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നാൾ മുടി നന്നായിട്ട് കിടക്കുന്നതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അവരെന്നോട് പറഞ്ഞു വിട്ടത് സൺലൈറ്റ് ഒരുപാട് അങ്ങ് വെയിൽ കൊള്ളാണ്ടിരിക്കുക. വെയിൽ അത്യാവശ്യത്തിനൊക്കെ നമുക്ക് കൊള്ളേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ കൊണ്ടല്ലേ പറ്റൂ. അല്ലാതെ അത്യാവശ്യമൊക്കെ വെയിൽ കൊള്ളുന്നതിന് കുഴപ്പമില്ല. തീരെ അങ്ങ് വെയിൽ കൊള്ളാണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ ബെറ്റർ. അത് നമുക്കറിയാനുള്ള കാര്യമാണ്. പിന്നെ മൈക്രോ ഫൈബർ തുണിയിട്ട് വേണം നമ്മൾ തല തോർത്താനായിട്ട്. തല തോർത്തത്തില്ലേ കുളിച്ച് കഴിഞ്ഞിട്ട്, ആ ഒരു സമയത്ത് നമ്മൾ തോർത്ത് ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലെ ഒരു മൈക്രോ ഫൈബർ തുണി വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ബനിയൻ ടൈപ്പ് തുണികളൊക്കെ ഇട്ട് തലയിലെ വെള്ളം ഒപ്പിയെടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.